ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ലെന്ന പഠന പരമ്പരയുടെ 24-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം പ്രത്യാശയുടെ അമ്മയും വഴികാട്ടിയുമായ താരകം എന്ന വിഷയമാണ് നമ്മളിവിടെ കാണുക. ക്രൈസ്തവ പ്രത്യാശയുടെ ഏറ്റവും ഉന്നതമായ സാക്ഷ്യം കാണുന്നത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിലാണ്. യാഥാർത്ഥബോധമുള്ള ഒരു പ്രത്യാശ, പച്ച പരമാർത്ഥമായ ഒരു ശുഭ ചിന്തയല്ലെന്നും മറിച്ച് ജീവിത യാഥാർത്ഥ്യത്തിനിടയിലെ കൃപയുടെ ദാനമാണ് എന്നും പരിശുദ്ധ കന്യകാമറിയത്തിൽ നാം കാണുകയാണ്. അതൊരു ശുഭപ്രതീക്ഷയല്ല, മറിച്ച് ഇത് കൃപയുടെ ദാനമാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ ഒരു കൃപയുടെ ദാനമാണ് ഈ പ്രത്യാശ എന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതം വഴിയായിട്ട് നാം കാണുകയാണ്. പരിശുദ്ധ അമ്മയെ നാം കാണുന്നത് മറിയം എങ്ങനെയാണ് ക്ലേശങ്ങൾക്കിടയിലും പ്രത്യാശയുടെ അമ്മയായി മാറിയത്. സ്റ്റെല്ല മാരിയസ് എന്ന പദവിയുടെ അർത്ഥം, മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പ്രാധാന്യം എന്നിവ നാം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഹൃദയത്തിലൂടെ തുളച്ചു കയറിയ അമ്മയാണ് പരിശുദ്ധ മറിയം. എല്ലാ അമ്മമാരെയും പോലെ മറിയവും തൻ്റെ പുത്രൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് നമ്മൾ കരുതുകയാണ്. വയോധികനായ ശിമയോൻ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞ ഹൃദയഭേദകമായ വാക്കുകൾ മറിയത്തിൻ്റെ മനസ്സിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങളാണ്. നമ്മൾ കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ ദുഃഖത്താ നിറഞ്ഞവളെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ പുത്രൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും അവൾ സാക്ഷി നിൽക്കുകയാണ്. ഇവിടെ പ്രത്യാശയുടെ നവീകരണമുണ്ട്. ആ ക്ലേശത്തിനിടയിലും അവൾ തൻ്റെ വാഗ്ദാനം നവീകരിച്ചു. ഒരിക്കലും ദൈവത്തിലുള്ള ആശ്രയവും പ്രത്യാശയും ഉപേക്ഷിക്കാത്തവളായിരുന്നു പരിശുദ്ധ അമ്മ. അതുപോലെ ക്ലേശത്തിലും സ്നേഹത്തിലും നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, എപ്പോഴും ശാന്തതയോടെ പ്രത്യാശയോടെ നിന്നു എന്നുള്ളതാണ്. അതായത് ഈശോയുടെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നതിൽ അതിനോട് പരിശുദ്ധ അമ്മയെ തൻ്റെ ജീവിതത്തിൽ ആ ഒരു പൂർത്തീകരണം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നൊരു കാര്യം ഇതാണ്. ഈശോയോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ രക്ഷാചര്യത്തിൽ സഹരക്ഷകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈശോ മാത്രമാണ് ഏക രക്ഷകൻ. ഇവിടെ സഹരക്ഷക എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഈശോ തന്നെയാണ് ഏകരക്ഷകൻ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ രക്ഷാകര പദ്ധതി അനുഭവിച്ച ആളാണ്. നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത വ്യക്തി എന്നതിൽ നമുക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ദൃക്സാക്ഷി എന്നതിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒരിക്കലും സഹരക്ഷക എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കരുതെന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിച്ച കാര്യവും ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കുക. അതായത് മകൻ മുൻകൂട്ടി പറഞ്ഞവയെല്ലാം, അതായത് സഹനവും ഉയർത്തെഴുന്നേൽപ്പ് പൂർത്തിയാകാൻ മറിയം അതിനോടെല്ലാം ചേർന്ന് നിന്നു എന്നുള്ളതാണ്. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. ഇവിടെ കഠിനമായ ഈ ക്ലേശത്തിലും സ്നേഹം പ്രദാനം ചെയ്ത് മറിയം നമ്മുടെ അമ്മയായി, പ്രത്യാശയുടെ അമ്മയായി മാറുകയാണ് ചെയ്തത്. ദൈവജനതയുടെ അടയാളമാണ്. ദൈവജനത്തിൻ്റെ വിശുദ്ധ ജനതയ്ക്ക്, അതായത് ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയ്ക്ക് അവൾ നിശ്ചയമായും ഒരു പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെ അടയാളമായി നിലകൊണ്ടു എന്നുള്ളതാണ്. തൻ്റെ ക്ലേശങ്ങളുടെ ഇടയിലും എപ്പോഴും നിന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ സ്റ്റെല്ല മാരിയസ് കടലിലെ താരകം എന്ന് ഭക്തജനങ്ങൾ നിരന്തരം വാഴ്ത്തുന്നത് യാദർശികമല്ല. കാരണം ഈ പദവി നൽകുന്നതിന് പിന്നിലുള്ള ഉറച്ചമായ പ്രതീക്ഷ ഇതാണ്: ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ അമ്മയെ സഹായിക്കാൻ ദൈവമാതാവ് എത്തും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യാശയിലും വിശ്വാസത്തിലും പരിപാലിച്ചുകൊണ്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. കൊടുങ്കാറ്റുള്ള കടലിൽ കപ്പലുകൾക്ക് വഴികാട്ടിയാകുന്ന നക്ഷത്രം പോലെ മറിയം നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ നമുക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ മരിയം പ്രത്യക്ഷീകരണങ്ങളിൽ പ്രത്യാശയുടെ വിപ്ലവകരമായ ഒരു സന്ദേശം നൽകുന്നതാണ് ഗ്വാഡലൂപ്പ മാതാവിൻ്റെ ആ ഒരു കാര്യം. മെക്സിക്കോ സിറ്റിയിലെ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ ആലയം 2031 അമ്മ തൻ്റെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ 500-ാം വാർഷികം ആഘോഷിക്കാൻ പോകുകയാണ്. ഒരു വിപ്ലവകരമായ ഒരു സന്ദേശമാണ്
യുവാന്തികോയിലൂടെ ദൈവമാതാവ് കൊണ്ടുവന്ന പ്രത്യാശയുടെ സന്ദേശം ഇതാണ്: നിങ്ങളുടെ അമ്മയായ ഞാൻ ഇവിടെ ഇല്ലേ? അവരിലൊരു ചോദ്യമാണ് ചോദിക്കുക. നമുക്കറിയാം, പരിശുദ്ധമ്മ നമ്മോട് നിങ്ങളുടെ അമ്മയായ ഞാനിവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പുത്രനായ മിശിഹ കാൽവരിയിൽ വെച്ച് യോഹന്നാന് തൻ്റെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് സ്വീകരിച്ച ആ ഒരു മാതൃഭാവം നമ്മളെ ഏൽപ്പിച്ചതാണ്, ഈശോ ഏൽപ്പിച്ചതാണ്, ഈശോ ഫലമേൽപ്പിച്ചതെന്നാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള നിരവധി മരിയൻ ആലയങ്ങളിൽ ഈ സന്ദേശങ്ങൾ ഹൃദയങ്ങളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മയായി ഞാൻ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും അലയടിക്കലിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പം ഈ പറയുന്ന ഈ അമ്മയുടെ സ്വരം നമുക്കെപ്പോഴും കേൾക്കാനായിട്ട് സാധിക്കട്ടെ. ജൂബിലി വർഷത്തിൽ മരിയൻ ആലയങ്ങൾ പ്രത്യേകമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ്. തീർത്ഥാടകർ പങ്കുവയ്ക്കുന്നതനുസരിച്ച് തീർത്ഥാടകർ തങ്ങളുടെ എണ്ണമറ്റ ആകുലതകൾ, വേദനകൾ, പ്രത്യാശകളെല്ലാം ദൈവമാതാവിനോടാണ് പങ്കുവയ്ക്കുക. ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അമ്മയുടെ അടുത്ത് തന്നെയാണ്, അതുപോലെ വേദനകളിലൂടെ കടന്നു പോയിട്ടും തകർന്നു പോകാത്തവരുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ആകുലതകളും വേദനകളും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുക. ഇവിടെ പ്രത്യാശ ഒരു പുനർജനിക്കുന്ന ഇടമാണ് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം. ഈ ജൂബിലി വർഷത്തിൽ ഈ ആലയങ്ങൾ, അതായത് പരിശുദ്ധമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ, ഈ സ്വീകരണത്തിൻ്റെ ദിവ്യ ഇടങ്ങളിലെല്ലാം പ്രത്യാശ പുനരുദ്ധരിക്കുന്നത് പ്രത്യേക സ്ഥലങ്ങളായി മാറട്ടെ എന്ന് പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. റോമാ നഗരത്തിലുള്ള മരിയൻ തീർത്ഥാടനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി, പരിശുദ്ധ കന്യകാമരത്തിൻ്റെ വണക്കത്തിനായി, അവരുടെ സംരക്ഷണം യാചിക്കുന്നതിനായി എത്താൻ എല്ലാ തീർത്ഥാടകരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നു എന്നിവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് എല്ലാവരും, പ്രത്യേകിച്ച് അത്യാവശ്യക്കാരും സഹനം പേറുന്നവരും ഏറ്റവും സ്നേഹനിധിയും അമ്മയുമായ നമ്മുടെ മാതാവിൻ്റെ സാമീപ്യം അറിയണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നുവെന്ന് എടുത്തു പറയുകയാണ്. അത് എല്ലാവരും, അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, അത്യാവശ്യക്കാരും സഹനം പേറുന്നവരും. പിന്നെ നമ്മളെല്ലാവരും ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹനിധിയും അമ്മയുമായ നമ്മുടെ മാതാവിൻ്റെ സാമീപ്യം അറിയണം. നമുക്ക് നമ്മുടെ ജപമാല അർപ്പണത്തിലൂടെ ഈ ജൂബിലി വർഷത്തിന് സമാപന നിമിഷങ്ങളായിരിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ ഓരോ പരിശുദ്ധ കുർബാനയുടെ സമയത്തും ഓരോ പുരോഹിതൻ്റെ വലതുവശത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയപ്പെടുക. തൻ്റെ തിരുക്കുമാരൻ്റെ ബലിയോട് ചേർന്നുകൊണ്ട് അന്ന് കാലബലിയിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നത് പോലെ ഓരോ ബലിയർപ്പണത്തിലും പുരോഹിതൻ്റെ അടുത്തുണ്ട് എങ്കിൽ നമ്മളും ബലിയർപ്പണത്തിന് സഹകാരികളായി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയും അമ്മയുടെ സാന്നിധ്യമുണ്ടാവും, അമ്മയുടെ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ജപമാല അർപ്പിക്കുമ്പോൾ മാത്രമല്ല, ഓരോ ദീപികാരുണ്യ ആരാധന സമയത്തും അതുപോലെ വിശുദ്ധ ബലി അർപ്പണ സമയത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടെ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അമ്മ നമ്മെ ആത്മീയതയിലേക്ക് വളർത്തിയെടുക്കും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഉപസംഹാരം ഇങ്ങനെയാണ്: ജീവിത ക്ലേശങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച മറിയം നമുക്ക് പ്രത്യാശയുടെ അമ്മയും വഴികാട്ടിയുമായ താരകമാണ്. നമുക്ക് മറിയത്തെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കണം. ചോദ്യം ഇതാണ്: പ്രത്യാശയുടെ അമ്മയായ മറിയത്തെ ഞാൻ മാതൃകയാക്കി എൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത യാചിക്കുന്നതിൽ ഞാൻ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട്? ഒരിക്കലും ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിലും ഭവിക്കട്ടെ, നിൻ്റെ ഹിതം എന്നിലും ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഫിയാത്ത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനായിട്ടുള്ള ഒരു പ്രത്യാശയോടെ, അത്രമാത്രമുള്ളൊരു വിട്ടുവീഴ്ച, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിൻ്റെ ആഴം എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. അതായത് പ്രത്യാശയുടെ അമ്മയായ മറിയത്തെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ദൈവത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നിശ്ചയം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.